വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ എൻസിപിയിൽ മന്ത്രിമാറ്റമുണ്ടാകുമെന്ന് സൂചന. AK ശശീന്ദ്രന് പകരം തോമസ് കെ തോമസ് മന്ത്രിയാകും. ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപനം ഉണ്ടാകും. മുംബൈയിൽ പാർട്ടി അധ്യക്ഷൻ ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ മന്ത്രിസ്ഥാനം ഒഴിയാൻ AK ശശീന്ദ്രൻ സന്നദ്ധത അറിയിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. കർശന വ്യവസ്ഥകളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി ജാമ്യം അനുവദിച്ചത്. മാധ്യമങ്ങളോട് സംസാരിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ, 2 ആൾജാമ്യം വേണം, 1 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിനായി മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാർ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയുടെ ജയത്തിന് അനുകൂലമായ പൊതുവികാരമുണ്ടാക്കിയതിനു പിന്നിൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിനും പങ്കുണ്ടെന്ന ആരോപണത്തിനിടെയാണ് നീക്കം. വിവരാവകാശ അപേക്ഷ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഓൺലൈനായാണ് നൽകിയിരിക്കുന്നത്. ലെബനാനിലുടനീളം ചൊവ്വാഴ്ചയുണ്ടായ പേജ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മലയാളിയുടെ കമ്പനിക്ക് പങ്കുണ്ടെന്ന് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ബൾഗേറിയയാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഹിസ്ബുള്ളയ്ക്ക് പേജറുകൾ കൈമാറിയതിൽ മലയാളിയും നോർവീജിയൻ പൗരനുമായ റിൻസൺ ജോസിന്റെ കമ്പനിക്ക് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള സംഘടനയ്ക്കായി പേജർ വാങ്ങാനുള്ള സാമ്പത്തിക ഇടപാടിൽ ഇദ്ദേഹത്തിന്റെ കമ്പനി ഉൾപ്പെട്ടതായ സംശയത്തെ തുടർന്നാണ് അന്വേഷണം. ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത നോട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഉടമയാണ് വയനാട് മാനന്തവാടി സ്വദേശിയായ റിൻസൺ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല, ചതിക്കപ്പെട്ടുവെന്നാണ് സംശയിക്കുന്നതെന്ന് റിൻസന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. പൂനെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിന് പിന്നാലെ ജോലി ചെയ്തിരുന്ന കമ്പനിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അന്നയുടെ സുഹൃത്ത് ആൻമേരി. 2.5 മാസമായി ഒരവധി പോലും അന്നയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നും ഞായറാഴ്ച പോലും 16 മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമായിരുന്നുവെന്നും സുഹൃത്ത് പറഞ്ഞു. ജോലി സമ്മർദ്ദം മൂലം കൃത്യമായി ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും അന്നയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നും ആൻമേരി പറഞ്ഞു. സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പകൾ CPM പ്രവർത്തകർ തിരിച്ചടയ്ക്കുന്നില്ല എന്ന CPM സംസ്ഥാന സമിതിയുടെ രേഖ. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ തിരിച്ചടയ്ക്കാനുള്ളത്. പണം ഉടൻ തിരിച്ചടയ്ക്കണമെന്നും സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും കോടികൾ തട്ടിയെടുക്കുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമാകുമ്പോഴാണ് CPMന്റെ സ്വയം വിമർശനം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി. കേസിലെ 1ഉം 2ഉം പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ നിന്നാണ് നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 14-ന് ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ച ഇരുവരും ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനും മറ്റ് 2 പേർക്കും വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിച്ചു. ഉച്ചയോടെ ഡ്രഡ്ജർ വെസൽ ദൌത്യ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു. ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാകും ഡ്രഡ്ജിംഗ്. 3 ദിവസത്തെ കരാറാണ് ഇപ്പോഴുള്ളതെന്ന് ഡ്രഡ്ജർ കമ്പനിയുടെ MD മഹേന്ദ്ര ഡോഗ്രെ പറഞ്ഞു. ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം പാളുന്നു. നാഷണൽ കോൺഫറൻസിന്റെ വോട്ടുകൾ പൂർണ്ണമായി കിട്ടിയിട്ടില്ല എന്ന് AICC ജനറൽ സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ ഗുലാം അഹമ്മദ് മിർ. ഒരു വിഭാഗം നാഷണൽ കോൺഫറൻസ് പ്രവർത്തകർ വോട്ട് ചെയ്തിട്ടില്ലെന്ന് വ്യക്തിപരമായി ബോധ്യപ്പെട്ടുവെന്നും ഗുലാം അഹമ്മദ് മിർ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള ബില്ലുകൾ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചർച്ചകൾക്ക് ശേഷമേ ബില്ലുകൾ പാർലമെന്റിൽ കൊണ്ടുവരൂവെന്നും ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചു. പ്രതിപക്ഷവുമായി ഉടൻ രാജ്നാഥ് സിംഗ് ചർച്ച തുടങ്ങും. തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കാനുള്ള രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ വിപുലമായ കൂടിയാലോചന നടത്തി സമവായമുണ്ടാക്കാനും മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. ഭരണഘടനാ ഭേദഗതി പാസാക്കാനുള്ള സംഖ്യയില്ലാത്ത സർക്കാരിന്റെ നീക്കം മറ്റൊരു നാടകം മാത്രമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രവ്നീത് ബിട്ടു നൽകിയ വിവാദ പരാമർശത്തെ പ്രതിരോധിക്കാനുറച്ച് കോൺഗ്രസ്. രാഹുലിന്റെയും സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും SPG സുരക്ഷ പുനഃസ്ഥാപിക്കണമെന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ദേശീയ വക്താവ് കുൽദീപ് റാത്തോഡ് ആവശ്യപ്പെട്ടു. US കമ്പനിയായ റിപ്പിൾ ലാബ്സിന്റെ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പ്രചരിക്കുന്നത്. യൂട്യൂബ് ചാനലിന്റെ പേരും റിപ്പിൾ എന്നാക്കിയിട്ടുണ്ട്. ദുലീപ് ട്രോഫി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടി മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇന്ത്യ B ടീമിനെതിരായ മത്സരത്തിൽ ഇന്ത്യ Dയുടെ താരമായ സഞ്ജു 94 പന്തുകളിൽ നിന്നാണ് സെഞ്ചുറിയിലേക്ക് എത്തിയത്. ദുലീപ് ട്രോഫിയിൽ സഞ്ജുവിന്റെ 2ാം മത്സരമാണിത്. 12 ഫോറുകളും 3 സിക്സറുകളുമാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ഇതോടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ സെഞ്ചുറികളുടെ എണ്ണം 11 ആയി.